പ്രതിഭ ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ലിറ്ററേച്ചർ ഫെസ്റ്റിന് കരുവാരകുണ്ടിൽ തുടക്കമായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VS പൊന്നമ്മ ടീച്ചർ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. സ്വാഗത സംഘം ചെയർമാൻ A പ്രഭാകരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. പുതിയ കാലത്തെ എഴുത്ത് സെഷനിൽ മുഹമ്മദ് അബ്ബാസ്, ഡോക്ടർ മൈന ഉമൈബാൻ, PS വിജയകുമാർ എന്നിവർ സംസാരിച്ചു. ഗ്രന്ഥശാല സെക്രട്ടറി ശ്രീ അബ്ദുൾ റഷീദ്, TP മണി, നൌഷാദ് പുഞ്ച, IT അബ്ദുള്ള, K ശ്രീധരൻ എന്നിവർ സംസാരിച്ചു. ഫെസ്റ്റ് തിങ്കളാഴ്ച കരുവാരകുണ്ട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വൈകിട്ട് 7-ന് നടക്കുന്ന മുച്ചീട്ട് കളിക്കാരൻ്റെ മകൾ എന്ന നാടകത്തോടെ സമാപിക്കും. നമ്മുടെ ഓരോ ഗ്രന്ഥശാലകളും നമുക്ക് അറിവും പ്രകാശവും പരത്തുന്ന സ്ഥാപനങ്ങളാണ്. ഈ സ്ഥാപനങ്ങളിൽ നിറഞ്ഞിരിക്കുന്ന ഓരോ പുസ്തകങ്ങളും വായനാ പ്രേമികളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമാണ്. നമ്മളോട് പ്രതികരിക്കാതെ, ദേഷ്യപ്പെടാതെ, വെറുപ്പ് കാണിക്കാതെ, പുഞ്ചിരിക്കാതെ നമ്മളോടൊപ്പം നടക്കുന്ന സന്തത സഹചാരികളാണ് ഓരോ പുസ്തകവും. ഓരോ പുസ്തകവും വായിച്ചു തീരുമ്പോഴും നമുക്ക് ഓരോ പ്രദേശത്തുള്ള ചരിത്രങ്ങളും അവിടെയുള്ള ആളുകളെ പറ്റിയും അവരുടെ സംസ്കാരത്തെ പറ്റിയും അവരുടെ പൈതൃകത്തെ പറ്റിയും അവരുടെ ജീവിത നിലവാരത്തെ പറ്റിയും മുന്നോട്ടുള്ള പ്രയാണത്തെ പറ്റിയും നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. ഇന്നത്തെ അടുത്ത 2 സെഷനുകളിൽ നമ്മൾ സംവാദിക്കാനെത്തിയിരിക്കുന്ന നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട മുഹമ്മദ് അബ്ബാസ്, രാജമാഷ്, നമ്മളെല്ലാവരുടെയും കുന്നാമനായ DC മാഷ്, PS വിജയകുമാർ, അഡ്വക്കേറ്റ് TP രാമേന്ദ്രൻ, മറ്റ് പല പ്രമുഖരുണ്ട്. അതിന് പേരെടുത്ത് പറയുന്നത് ഒരുപാട്, എല്ലാവരും പേരെടുത്ത് സൂചിപ്പിക്കേണ്ടവരാണ്. പ്രതിഭ ഗ്രന്ഥശാല നമുക്കൊക്കെ അറിയുന്നത് പോലെ കഴിഞ്ഞ 1/2 നൂറ്റാണ്ടായി കരുവാരകുണ്ടിന്റെ വായനയെ, സാഹിത്യത്തെ പ്രചോദിപ്പിക്കുന്ന, വളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഇന്നും നാളെയും മറ്റന്നാളുമായി നമ്മുടെ സാഹിത്യപ്രേമികൾക്ക്, കലാസ്വാദകർക്ക്, നാടകപ്രേമികൾക്ക് ഒരു വിരുന്ന് നൽകിക്കൊണ്ടാണ് പ്രതിഭ ലിറ്ററേച്ചർ ഫെസ്റ്റ് എന്ന പേരിൽ ഒരു 3 ദിവസത്തെ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാം, കെട്ടകാലം എന്നൊരു പ്രയോഗമുണ്ട്. പക്ഷെ കാലത്തെ അങ്ങനെ മോശമാക്കി പറയാൻ കഴിയുന്ന ഒരാളുണ്ട്. കാലത്തെ കെട്ടതാക്കുന്ന മനുഷ്യർ കൂടുതലുള്ള കാലം എന്ന് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ വർഷം ഒരു സാഹിത്യ ശില്പശാലയിൽ പങ്കെടുക്കാൻ വേണ്ടി ഞങ്ങളുടെ പ്രിയപ്പെട്ട വിജയകുമാർ സാർ വന്നപ്പം എന്നോട് ചോദിച്ചു, നിങ്ങളുടെ ലൈബ്രറിയുടെ കീഴിൽ എന്തെല്ലാം പ്രവർത്തനങ്ങളാണുള്ളത്? അപ്പൊ ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് കാഴ്ച യാത്രാ സംഘമുണ്ട്, ഫിലിം സൊസൈറ്റി ഉണ്ട്, നാടകക്കൂട്ടമുണ്ട്. അങ്ങനെ പ്രതിഭയുടെ കീഴിലുള്ള ഒരു വലിയ പദ്ധതികൾ നീണ്ട നിര സമർപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് അത്ഭുതമാണ്. എൻ്റെ നാട്ടിൽ ലൈബ്രറി ഉണ്ട്, ഞാനും ഒരു ലൈബ്രറിയുടെ സെക്രട്ടറിയാണ്. പക്ഷേ എൻ്റെ നാട്ടുകാർ കേൾക്കാൻ പോലും കഴിയാത്ത വിധം അതിമനോഹരമായ പദ്ധതികളാണ് ഞങ്ങൾ ആവിഷ്കരിച്ചത്. വിജയകുമാർ സാറ് കുറെ വർഷമായിട്ട് എനിക്ക് അറിയുന്ന സുഹൃത്താണ്. വായിച്ചുകൊണ്ടാണ് സാറിനെ പരിചയപ്പെടുന്നത്. സാറ് കവിയാണ്. മുഹമ്മദ് അബ്ബാസിനെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്, പക്ഷെ ഒരുപാട് വായിച്ചിട്ടുണ്ട്. ഇപ്പം അദ്ദേഹത്തിന്റെ ഒരു പാഠം ഞങ്ങൾക്ക് ഒരു കോഴ്സിന് പഠിപ്പിക്കാനായിട്ടുണ്ട്, സിലബസിലുണ്ട്. അങ്ങനെയൊക്കെ വലിയൊരു സന്തോഷമുള്ള ഒരു നിമിഷത്തിലാണ് ഇവിടെ ഇരിക്കുന്നത്. വിജയകുമാർ സാർ എന്നോട് ചോദിച്ചത് പുതിയ കാലത്തെ ഒരു എഴുത്ത് എന്നുള്ള നിലയിൽ ഞാനൊരു പുതിയ എഴുത്തുകാരിയാണോ എന്ന് ചോദിച്ചാലല്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കുറെ വർഷമായിട്ട് എഴുതുന്നുണ്ട്. അങ്ങനെ ആളുകൾക്ക് അറിയണമെന്നില്ല, അങ്ങനെ കൂടി പറയാം. അപ്പൊ സാർ ചോദിച്ചത് ഖസാക്കിന്റെ ഒരു അനുഭവം. ഞാൻ മുമ്പ് എഴുതിയ ആത്മദർശനം എന്ന് പറയുന്ന ഒരു ലേഖനത്തിൽ വെച്ചുകൊണ്ട് അതിന്റെ അവസാനത്തിൽ ഖസാക്കിനെ വായിച്ചതിനെ വെച്ചുകൊണ്ട് ഉള്ള ഒരു ചോദ്യമാണ് എന്നോട് ചോദിച്ചത്. സാറ് എന്റെ 10ാം ക്ലാസ്സും ഒരു വിഷമൈക്യത്തിന്റെ അനുഭവത്തെ പറ്റിയും ഒക്കെ സംസാരിക്കുന്ന സമയത്ത് ഞാനൊരു നിമിഷം ആ കാലത്തേക്ക് കടന്നു പോവുകയും ഹൈറേഞ്ചിനെ പറ്റിയൊക്കെ പറയുമ്പോൾ
ഞാനിപ്പോ ഈ മമ്പാട് ജീവിക്കുകയും അല്പം കുറച്ചുകൂടിയൊക്കെ കുറെ കൂടി നാഗരിക ജീവിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയും മമ്പാട് ഒരു നഗരമല്ല എങ്കിൽ പോലും നമ്മൾ എപ്പോഴും കൂടുതൽ ബന്ധപ്പെടുന്നത് കോഴിക്കോടോ മഞ്ചേരിയോ അല്ലെങ്കിൽ അതുപോലെയുള്ള നഗരങ്ങളൊക്കെ ആയതുകൊണ്ടും പെട്ടെന്ന് ഇടുക്കിയിലെ ഒരു ഉൾഗ്രാമത്തിലേക്ക് എന്റെ ചിന്തകളെ സാർ കൊണ്ടുപോയി. ആ സമയത്ത് ഒരു നിമിഷം ഞാൻ ആലോചിച്ചത് ഇത് അങ്ങനെയുള്ള ഒരു ജീവിതം എന്ന് പറയുന്നത് കഴിഞ്ഞ ജന്മത്തിലായിരുന്നു എന്ന ഒരു നിമിഷം ഞാൻ ആലോചിച്ചു പോയിട്ടുണ്ട്. ഏറ്റവും കാലികമായ ഒരു മാറ്റം ഞാൻ കണ്ടത് പിന്നീട് PN പ്രശാന്തിന്റെ പൊനം വായിക്കും. ഇങ്ങനെ ഒരു വലിയ ഒരു ചലനങ്ങള് നോവലില് അത്രയൊക്കെ ഉണ്ടായോ എന്നുള്ളത് എന്റെ ഒരു സംശയമാണ്. അബ്ബാസൊക്കെ എന്നേക്കാൾ കൂടുതൽ വായിക്കുന്ന ആളാണ്. അത് അദ്ദേഹത്തിന് അത് പറയാനുണ്ടാവില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെയുള്ള ഒരു കാലത്ത് നിന്നാണ് നമ്മൾ ഈ പുതിയ എഴുത്തിനെ കുറിച്ചും പുതിയ വായനയെ കുറിച്ചിട്ട് നമ്മൾ സംസാരിക്കുന്നത്. അതെനിക്ക് തോന്നുന്നു അതിനേക്കാൾ കൂടുതൽ പിന്നെ പുതിയ എഴുത്തുകാരെ പറയുന്നതിനേക്കാൾ കൂടുതൽ പുതിയ വായനയുടെ വഴിയില് വലിയ ചലനം സൃഷ്ടിച്ച രണ്ടുപേരാണ് എൻ്റെ ഒപ്പം ഇരിക്കുന്നത്. മുഹമ്മദ് അബ്ബാസ് ആണെങ്കിലും മൈന ഉമൈബാൻ ആണെങ്കിലും മലയാള സാഹിത്യത്തില് മലയാളത്തിന്റെ എഴുത്തില് പുതിയ ചില സന്നിവേശങ്ങൾ നടത്തിയിരുന്നു.